ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഡിജി കേരളം. ഡിജിറ്റൽ സാക്ഷരതയിൽ ഒന്നാമതായി കേരളത്തിന്റെ മുന്നേറ്റം. സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനം എന്ന പദവി കേരളം സ്വന്തമാക്കിയിട്ട് വർഷങ്ങളേറെയായി. എന്നാലിതാ ഡിജിറ്റൽ യുഗത്തിന്റെ ഈ കാലത്ത് ഒരു പടി കൂടി പിന്നിട്ട് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന അതുല്യ നേട്ടം കൈവരിച്ചിരിക്കുന്നു. പ്രായത്തിന്റെയും ഭൂമിശാസ്ത്രപരമായ പരിമിതികളുടെയും വെല്ലുവിളികളെ മറികടന്ന് വയോവൃദ്ധരും വനാശ്രിതരും ഉൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ തുറയിലുമുള്ള ജനങ്ങളെ ഡിജിറ്റൽ സാക്ഷരരാക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ഡിജി കേരളം പദ്ധതി മറ്റൊരു ചുവടുവയ്പിലേക്ക്. കുറഞ്ഞ കാലം കൊണ്ട് മൊബൈൽ ഫോൺ പുതിയ തലമുറയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയെങ്കിലും പഴയ തലമുറയിൽ ചിലരെങ്കിലും തങ്ങൾക്ക് വഴങ്ങാത്ത ഉപകരണം എന്ന നിലയിൽ മൊബൈൽ ഫോണിനെയും ഇന്റർനെറ്റിനെയും വിലയിരുത്തിയിരുന്നു. പലരും ഡിജിറ്റൽ സാങ്കേതിക സംവിധാനങ്ങളെ പേടിയോടെയാണ് സമീപിച്ചിരുന്നത്. എന്നാൽ ആധുനിക യുഗത്തിൽ എന്തുമേതും ഓൺലൈനിൽ വിരൽത്തുമ്പിൽ ലഭ്യമാകുമെന്നിരിക്കെ എല്ലാവർക്കും അതിന്റെ ഗുണഫലം ലഭ്യമാക്കണമെന്ന കാഴ്ചപ്പാടോടെയാണ് സംസ്ഥാന സർക്കാർ ഡിജി കേരളം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഗ്രാമപ്രദേശങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റ് നെറ്റ്വർക്കുകൾ നൽകുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിന് പൂരകമായാണ് ഇപ്പോൾ ഡിജി കേരളം പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇലക്ട്രോണിക് പണമിടപാട് സംവിധാനമായ UPI, വിദ്യാഭ്യാസം, ആരോഗ്യം, ടെലിമെഡിസിൻ, വിനോദം, സർക്കാർ സ്വകാര്യ സേവനങ്ങൾ എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന പൊതുസേവന കേന്ദ്രങ്ങൾ എന്നിവ ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രത്യക്ഷ സൗകര്യങ്ങളാണ്. PM സ്വാനിധി, സ്വാമിത്വ, ദീക്ഷ, ഫാസ്ടാഗ്, ആരോഗ്യ സേതു തുടങ്ങി പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ഡിജിറ്റൽ ഇന്ത്യ കഴിഞ്ഞ മാസമാണ് വിജയകരമായ 1 ദശാബ്ദം പിന്നിട്ടത്. ഇതേ പാത പിന്തുടർന്നാണ് കേരളവും ഇപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന നേട്ടത്തിലേക്ക് ചുവടുവച്ചിരിക്കുന്നത്. ജീവിത സായന്തനത്തിൽ കാലത്തിന്റെ മാറ്റത്തെ കണ്ടില്ലെന്ന് നടിച്ച് ഒതുങ്ങിക്കൂടുന്ന മുതിർന്ന പൗരന്മാരെ കണ്ടെത്തി അവരെയും ഈ ഡിജിറ്റൽ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്നതിനായി കേരളം കണ്ടെത്തിയ മാർഗമാണ് ഡിജി കേരളം എന്ന ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു പ്രഖ്യാപനമല്ല, ചരിത്ര മുഹൂർത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദൈനംദിന കാര്യങ്ങൾക്കായി കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് എന്നിവ ഉപയോഗിക്കാനും ഇൻ്റർനെറ്റിലൂടെ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുമുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരതയുടെ മാനദണ്ഡമായി കരുതുന്നത്. അതാകട്ടെ ഇപ്പോഴും ലോകത്ത് ചെറിയൊരു ശതമാനത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ കണക്കെടുത്താൽ 38% കുടുംബങ്ങൾ മാത്രമാണ് ഡിജിറ്റൽ സാക്ഷരത നേടിയിട്ടുള്ളത്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് കേരളം കയ്യെത്തിപ്പിടിച്ച നേട്ടത്തിൻ്റെ വലിപ്പം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കാവുക. മഹത്തരമായ ഈ നേട്ടം നമ്മുടെ രാജ്യത്തിനാകെ മാതൃക കാട്ടുന്നു എന്നത് എത്ര സത്യസന്ധമായ കാര്യമാണ് എന്നും ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തുകയാണ്. കയ്യിലെ മൊബൈൽ ഫോൺ സ്വന്തം ജീവിതത്തിന്റെ സുരക്ഷയ്ക്കും വിരൽത്തുമ്പിലൂടെ ലോകത്തിന്റെ മാറ്റമറിയാനും എല്ലാവരെയും പഠിപ്പിച്ച ഈ പദ്ധതിയിലൂടെ കേരളം ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയാവുകയാണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഓൺലൈനായി ബില്ലടയ്ക്കാനും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാനും തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാക്കാനും എല്ലാവരെയും പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമാണിത്. സമ്പൂർണ്ണ സാക്ഷരതാ മുന്നേറ്റത്തിന് സമാനമായ ഒരു കാൽവയ്പാണ് ഈ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനത്തിലൂടെ നാം സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV രാജേഷ്. കേരളം ഒരു പുതിയ ചരിത്രം കൂടി രചിക്കുകയാണ്. 1991 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായിട്ട് നാം മാറിയത്. 34 വർഷത്തിന് ശേഷം കേരളം ഒരിക്കൽ കൂടി ഇന്ത്യക്ക് വഴി കാണിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി മാറിക്കൊണ്ട്
ഇപ്പോൾ സമ്പൂർണ്ണ സാക്ഷരതയിൽ നിന്ന് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്കുള്ള ഈ വളർച്ച എന്നത് നവകേരളത്തിൻ്റെ വളർച്ചയുടെ പാതയാണ്. നിരന്തരം കേരളം സ്വയം നവീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരമൊരു ഡിജിറ്റൽ സാക്ഷരത യജ്ഞം സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സേവനങ്ങൾ മുഴുവൻ ഓൺലൈൻ ആവുമ്പോൾ ആ ഓൺലൈൻ സേവനങ്ങൾ നേടാനുള്ള പ്രാപ്തി എല്ലാവർക്കും ഉണ്ടാവണം, ആരും അതിൽ പിന്തള്ളപ്പെട്ടു പോകരുത് എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കറന്റ് ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, വീട്ടുനികുതി, വസ്തുകരം തുടങ്ങി വ്യത്യസ്തങ്ങളായ ബില്ലുകൾ അടയ്ക്കാനും പലതരം വായ്പകൾക്ക് അപേക്ഷിക്കാനും സർക്കാർ പദ്ധതികളെക്കുറിച്ച് അറിയാനും ബാങ്ക് ബാലൻസ് വീട്ടിലിരുന്ന് തന്നെ മനസ്സിലാക്കാനുമെല്ലാം സാധാരണ ജനങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിച്ചത്. തിരുവനന്തപുരത്തെ പുല്ലമ്പാറ പഞ്ചായത്ത് കോവിഡ് കാലത്ത് തുടങ്ങിയ പദ്ധതിയാണ് സംസ്ഥാനമാകെ ഇന്ന് വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഡിജി കേരളത്തിന്റെ തന്നെ തുടക്കക്കാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സജിന സത്താർ. 2021 കാലഘട്ടം എല്ലാവർക്കും അറിയാം. കോവിഡ് നമ്മളെല്ലാവരെയും ബുദ്ധിമുട്ടിച്ച ഒരു കാലഘട്ടം. ഈ പ്രോജക്റ്റിലേക്ക് വഴിതിരിച്ചു വിട്ടത് ഒരു ATM അതിൽ കണ്ട ക്യൂ ആണ്. അതായത് ക്യൂവില് ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. അതായത് തൊഴിലുറപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു പോരുന്ന സ്ത്രീകളാണ് അധികവും. ബാങ്ക് ബാലൻസ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്കിന്റെ ഫ്രണ്ടിലെ ക്യൂ, പൈസ എടുക്കുന്നതിനല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാരണം. അപ്പൊ ഞാൻ എങ്ങനെ മനസ്സിൽ വിചാരിച്ചത്, നമുക്ക് സ്മാർട്ട് ഫോൺസ് ഉണ്ട്, ഗാഡ്ജറ്റ്സ് ഉണ്ട്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈവൻ ബാങ്ക് ബാലൻസ്, ഇപ്പൊ ഇവര് ക്യൂ നിന്ന് കാണുന്ന സാധനം നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് അവൈലബിൾ ആവും. അത് എങ്ങനെ എടുത്ത് നോക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരു കൂട്ടം ആൾക്കാർ നമ്മളുടെ കേരളത്തിൽ ഉണ്ട്. ആ ആൾക്കാരിലേക്ക്, അതായത് നിസാരമായ ബാങ്ക് ബാലൻസ് നോക്കുക, അതുപോലെ തന്നെ OTP എടുക്കുക, വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക, വീഡിയോ കോൾ ചെയ്യുക, ഇതെല്ലാം അവർക്കും കൂടി പഠിപ്പിച്ചു കൊടുത്താൽ അവരെ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് നമുക്ക് കൈപിടിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഡിജിറ്റൽ സാക്ഷരതയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ സാക്ഷരത നമ്മൾ കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെയൊക്കെ മാറ്റി സ്മാർട്ട് ഫോണിനെ ഒരു മീഡിയമാക്കി വെച്ചുകൊണ്ട് ഡിജിറ്റൽ സാക്ഷരത കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലൂടെ നമുക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റിയത്. അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം, ഇതൊന്നും അറിയാത്ത ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. 14 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത കൊടുക്കാൻ തീരുമാനിക്കുകയും 14നും 65 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരെ മാത്രം നമുക്ക് ഇവാലുവേഷൻ പ്രക്രിയയിലൂടെ, അതായത് ഇവർ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇവാലുവേഷൻ, അങ്ങനെ നമ്മളുടെ 3 മൊഡ്യൂൾസ്, ട്രെയിനിങ് മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ നിശ്ചയിച്ചത് 3 മൊഡ്യൂൾസ് ആണ്. ഓരോ മൊഡ്യൂൾസിനും 5 ആക്ടിവിറ്റി വെച്ചിട്ട് മൊത്തം 15 ആക്ടിവിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യുകയും 15 ആക്ടിവിറ്റിയിൽ 6 ആക്ടിവിറ്റി മിനിമം അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഡിജിറ്റലി സാക്ഷരരായിട്ട് നമ്മൾ കണക്കാക്കുകയും ചെയ്യും. അന്ന് ഇത് ഡിജി പുല്ലമ്പാറ എന്ന് നമ്മൾ നാമകരണം ചെയ്ത പദ്ധതി ഇന്ന് നമ്മൾ ഡിജി കേരളത്തിലേക്ക് വന്നു നിൽക്കുന്നത്. സമാനമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം എന്ന ഖ്യാതി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്വന്തമാക്കിയിരുന്നു. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം തളിപ്പറമ്പ് മണ്ഡലത്തിലെ കോർഡിനേറ്റർ ശ്രീ ദിനേശൻ PP. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിന്റെ അതേ മാതൃകയിൽ മറ്റൊരു മഹത്തായ പ്രവർത്തനമാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം. ബഹുമാനപ്പെട്ട MLA ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ സാക്ഷരതാ മിഷന്റെയും കൈറ്റ് കേരളയുടെയും സഹകരണത്തോടെയാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. ഇടം എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ എന്ന പേരിലാണ് ഈ പദ്ധതി തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ എല്ലാ പൗരന്മാരിലും എത്തിക്കുക എന്നതാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞത്തിൻ്റെ ലക്ഷ്യം. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഡിജിറ്റൽ മേഖലയിൽ അടിസ്ഥാനപരവും പ്രാഥമികവുമായ അവബോധമുള്ളവരാക്കി മാറ്റുകയും കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, സ്മാർട്ട് ഫോൺ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ പ്രയോജനം മനസ്സിലാക്കുകയും ഇവയുടെ ദുരുപയോഗം തിരിച്ചറിയുകയും ചെയ്യുക എന്നത് പദ്ധതിയുടെ ലക്ഷ്യമാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 പഞ്ചായത്തിലെയും 2 മുനിസിപ്പാലിറ്റികളിലെയും 179 വാർഡുകളിലുള്ള 55,200 മുതിർന്ന പൗരന്മാർ
സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച് കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലമായി തളിപ്പറമ്പ് മണ്ഡലത്തെ 2024 ഫെബ്രുവരി 24 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പരിശീലന മൊഡ്യൂൾ തയ്യാറാക്കിയത് കൈറ്റ് കേരളമാണ്. 2 മണിക്കൂർ വീതമുള്ള 5 മൊഡ്യൂൾ സ്മാർട്ട് ഫോണിൻ്റെ സഹായത്തോടെയാണ് പരിശീലനം നൽകിയത്. നമ്മുടെ നാടിൻ്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി പൊതുജീവിതം കൂടുതൽ മികവുറ്റതാക്കുന്ന സാങ്കേതിക അറിവുകളെ ജനകീയമാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം സമ്പൂർണ്ണ വിജയത്തിലെത്തി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായി തളിപ്പറമ്പ് മാതൃകയായി. +2 വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, NYK, NSS, സന്നദ്ധ സേവന പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, സാക്ഷരതാ മിഷൻ പ്രേരക്മാർ, SC/ST പ്രൊമോട്ടർമാർ തുടങ്ങി നിരവധി പേരുടെ പ്രയത്നത്തിലൂടെയാണ് ഏകദേശം 21.88 ലക്ഷം പേർക്ക് കേരളം ഡിജിറ്റൽ സാക്ഷരതാ പഠനം സാധ്യമാക്കിയത്. ഇതിനു മുന്നോടിയായി ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തവരെ കണ്ടെത്തുന്നതിനായി 83 ലക്ഷത്തോളം കുടുംബങ്ങളിൽ സർവേ നടത്തിയിരുന്നു. 14-നും 65-നും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു പഠിതാക്കളിൽ ഏറെ പേരും. സാധാരണ പഠന സമ്പ്രദായത്തിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികൾ അധ്യാപകരും മുതിർന്നവർ കുട്ടികളുമായ കൗതുകമുള്ള പഠനലോകമാണ് ഈ പദ്ധതിയിലൂടെ മുന്നോട്ട് വെച്ചത്. കൗതുകവും ഒപ്പം ഉത്സാഹവും നിറഞ്ഞ മനസ്സോടെ ഡിജിറ്റൽ ലോകത്തിന്റെ വിസ്മയ സാധ്യതകളെ മുതിർന്നവർ ഏറെ ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചതെന്ന് ഡിജി കേരളം പരിശീലന പദ്ധതിയിൽ പങ്കാളിയായ കണ്ണൂർ പയ്യന്നൂർ കോളേജിലെ NSS പ്രവർത്തകയും വിദ്യാർത്ഥിനിയുമായ ദക്ഷിണ. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 വോളണ്ടിയർമാർ 100ഓളം വീടുകളിൽ കയറി ഡിജിറ്റൽ സാക്ഷരതാ സർവേ നടത്തി. അതിൽ നമ്മൾ ആദ്യമായി അന്വേഷിച്ചത് എല്ലാവർക്കും സ്വന്തമായി എഴുതാനും വായിക്കാനുമുള്ള അറിവുണ്ടോ എന്നാണ്. അത് എല്ലാവർക്കുമുണ്ട്. പിന്നീട് നമ്മൾ അന്വേഷിച്ചത് എല്ലാവർക്കും സ്വന്തമായി ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്. അതായത് അതിലൂടെ എങ്ങനെയെല്ലാം ബിൽ പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നവമാധ്യമം ഉപയോഗിക്കാം എന്നതാണ് പിന്നീട് അന്വേഷിച്ചത്. അവിടെ നമ്മൾ 2 വിഭാഗക്കാരായി തിരിച്ചു. ഒന്ന്, ഫോൺ ഉപയോഗിക്കാൻ അറിയുന്നവരും അതുപോലെ ബിൽ പേയ്മെൻറ്റ്, ബാങ്ക് ട്രാൻസ്ഫർ ഫോണിലൂടെ ചെയ്യാൻ പറ്റുന്നവരുമാണ്. രണ്ടാമത്തെ വിഭാഗക്കാർ ഫോൺ ഉപയോഗിക്കാൻ വലിയ അറിവൊന്നുമില്ലാത്തവരാണ്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാനും ഫോണിലൂടെ ബിൽ പേയ്മെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഫോണിലൂടെ ചെയ്യാനും അറിയാത്തവരാണ്. അവരെ നമ്മൾ ഒരുമിച്ചിരുത്തി അതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എങ്ങനെ ഫോൺ ഉപയോഗിക്കാം, അതുപോലെ എങ്ങനെയൊക്കെ നവമാധ്യമങ്ങൾ ഉപയോഗിക്കാം, എങ്ങനെ ബിൽ പേയ്മെൻറ്റ് ചെയ്യാം ഫോൺ മുഖാന്തരം, എല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ അവരുടെ ഭാഗത്തു നിന്നുള്ള സംശയങ്ങൾ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. കേരളത്തെ പോലെ ഭൂമിശാസ്ത്രപരമായി വൈവിധ്യമുള്ള ഒരു സംസ്ഥാനത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്ന ആശയം ശ്രമകരമായിരുന്നു. എങ്കിലും ഇടുക്കിയിലെയും പാലക്കാട്ടെയും വനാശ്രിത ജനവിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി പദ്ധതി പൂർണ്ണതോതിൽ സാക്ഷാത്കരിക്കാനായി. സാക്ഷര കേരളം എന്ന അതുല്യ ബഹുമതിക്കൊപ്പം ഡിജിറ്റൽ സാക്ഷര കേരളം എന്ന പ്രശസ്തിയും. പഠിതാക്കളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനും പരിശീലനം നൽകാനും ഒരു കൂട്ടം യുവാക്കൾ മുന്നോട്ട് വന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാന വിജയം. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെ മാറ്റം സ്വയം മനസ്സിലാക്കാൻ ഏവരെയും സഹായിക്കുന്ന ഈ പദ്ധതി പുതിയ കാലത്തിൻ്റെക്കുള്ളൊരു ജാലകമാണ് തുറന്നു നൽകുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ജനങ്ങളും സർക്കാരും തമ്മിലുള്ള അകലം നികത്താനും സഹായിക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ഈ പദ്ധതിയിലൂടെ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം മാത്രമല്ല, ഏവർക്കും തുല്യ അവസരങ്ങൾ നൽകുന്നൊരു സമൂഹത്തെ കൂടി സൃഷ്ടിക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷയും. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.